നമസ്കാരം. വിനോദ കേരളം സഞ്ചാര കേരളം പരിപാടിയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ മേൽനോട്ടത്തിൽ മികച്ച തദ്ദേശീയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന വൈവിധ്യങ്ങളായ പ്രകൃതി രമണീയമായ പ്രദേശങ്ങളും സംസ്കാരങ്ങളും ചരിത്ര താളുകളും തേടിയുള്ള യാത്രയിലാണ് ഞാൻ. എൻ്റെ ഈ യാത്രയിൽ ഞാൻ നിങ്ങളെയും കൂടെ കൊണ്ടുപോവുകയാണ്. ഇതിലൂടെ നിങ്ങൾക്ക് കേരളത്തിലെത്തിയാൽ എവിടെയൊക്കെ ചെന്നെത്താം എന്നതിൻ്റെ ഒരു ലഘുവിവരണം നൽകാം. നമുക്ക് ഒരുമിച്ച് ഈ യാത്ര ആരംഭിക്കാം. ശുഭകാര്യം തുടങ്ങുമ്പോൾ ഏതെങ്കിലും ദേവാലയത്തിൽ നിന്ന് തുടങ്ങുന്നതാണല്ലോ നല്ലത്. നമുക്ക് ഈ യാത്രയും അങ്ങനെ തന്നെ തുടങ്ങാം. നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ആദ്യം കാണാനും അറിയാനും പോകുന്നത് എറണാകുളം ജില്ലയിലെ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തെക്കുറിച്ചാണ്. എറണാകുളം തൃക്കാക്കരയിൽ 10 ഏക്കർ വിസ്തൃതിയുള്ള വിശാലമായ സ്ഥലത്ത് 2 ക്ഷേത്രങ്ങളുണ്ട്. ഒരു ക്ഷേത്രം വാമനമൂർത്തിക്കും മറ്റൊന്ന് ശിവനും സമർപ്പിച്ചിരിക്കുന്നു. പ്രധാന ദേവനായ വാമനൻ കിഴക്കുഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. മഹാബലിയുടെ പ്രതിമയും അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഓണം വെറുമൊരു ഉത്സവമല്ല, മറിച്ച് തൃക്കാക്കരയിലെ ജനങ്ങൾ ഭക്തിയായി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഓണവുമായി ബന്ധപ്പെട്ടതാണ്. അത് എങ്ങനെയെന്നല്ലേ, നമുക്ക് ആ കഥ കൂടി ഒന്ന് അറിയാം. ഈ സ്ഥലം ആദ്യം തൃക്കൽക്കര എന്നായിരുന്നു വിളിച്ചിരുന്നതെന്നും പിന്നീട് തൃക്കാക്കര എന്നായി മാറിയതാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഭഗവാൻ വിഷ്ണു തൻ്റെ വാമന അവതാരത്തിൽ ഈ പ്രദേശത്തെ മുൻ രാജാവായ മഹാബലിയെ സന്ദർശിക്കാൻ ഇവിടെ കാലുകുത്തിയെന്നും പാതാളത്തിലേക്ക് അയച്ചുമെന്നുമുള്ള ഐതിഹ്യത്തിൽ നിന്നാണ് ഈ പേര് വരുന്നത്. ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ വരുന്ന വിഷ്ണുവിൻ്റെ ജന്മദിനത്തിൽ മഹാബലിക്ക് തൻ്റെ പ്രജയെ സന്ദർശിക്കാൻ അനുമതി ലഭിച്ചു. ആ ദിനമാണ് ഓണമായി നമ്മൾ ആഘോഷിക്കുന്നത്. ഈ സ്ഥലം ചരിത്രപരമായും പ്രാധാന്യമുള്ളതാണ്. കുലശേഖരത്തിലെ ചക്രവർത്തിയായ ചേരമാൻ പെരുമാൾ തൃക്കാക്കര ക്ഷേത്രത്തിൽ ഫ്യൂഡൽ രാജാക്കന്മാരുടെ വാർഷിക യോഗം നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. കർക്കിടക മാസത്തിലെ തിരുവോണ ദിവസം മുതൽ ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം വരെയുള്ള ഉത്സവകാലത്താണ് ഈ യോഗങ്ങൾ നടന്നിരുന്നത്. 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം ചിങ്ങമാസത്തിലെ അത്തം മുതൽ തിരുവോണ ദിവസം വരെ 10 ദിവസത്തെ ഓണാഘോഷത്തോടെയാണ് സമാപിക്കുന്നത്. ആകെ 56 പ്രാദേശിക രാജാക്കന്മാരെയും 64 ഗ്രാമത്തലവന്മാരെയും നിരവധി പ്രമുഖന്മാരെയും ആണ് ഈ ഉത്സവങ്ങൾക്ക് ക്ഷണിച്ചിരുന്നത്. രാജാക്കന്മാർക്ക് തൃക്കാക്കരയിലേക്ക് യാത്ര ചെയ്യുന്നത് ബുദ്ധിമുട്ടായപ്പോൾ എല്ലാ വീടുകളിലും തൃക്കാക്കര ദേവതയെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഓണം ആഘോഷിക്കണമെന്ന് ചക്രവർത്തി പ്രഖ്യാപിച്ചു. ചേരമാൻ പെരുമാൾ, ഭാസ്കര രവിവർമ്മ തുടങ്ങിയവരാണ് ഓണാഘോഷങ്ങൾ ആരംഭിച്ചതെന്നും പിന്നീട് സംസ്ഥാനം മുഴുവൻ വ്യാപിച്ചതായും വിശ്വസിക്കപ്പെടുന്നു. ചരിത്രവും പാരമ്പര്യവുമുള്ള ഈ ക്ഷേത്രം നമുക്കൊന്ന് കണ്ടാലോ? നമുക്ക് ഇളം കാറ്റുകൊണ്ട് ഉൾനാടൻ ഗ്രാമപ്രദേശത്തിലൂടെ നടന്നാലോ? നമുക്ക് ആമ്പല്ലൂരിലേക്ക് പോയാലോ?
ആഡംബരപൂർണമായ ഗ്രാമീണ ഭൂപ്രകൃതിയുടെ ഒരു കലവറയാണ് ആമ്പല്ലൂർ. എല്ലാ യാത്രാപ്രേമികൾക്കും അനുയോജ്യമായ തദ്ദേശീയ അനുഭവങ്ങൾ നൽകാൻ ആമ്പല്ലൂരിന് കഴിയും. കേരള സംസ്കാരത്തിന്റെ ഒരു തനതു രൂപം അനുഭവിക്കുന്നതിനായി നിങ്ങൾക്ക് ഇവിടെ വരാം. ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ കീഴിലുള്ള സാംസ്കാരിക അനുഭവ പാക്കേജിന്റെ ഭാഗമായി ആമ്പല്ലൂർ സഞ്ചാരികൾക്ക് വൈവിധ്യമാർന്ന കലാരൂപങ്ങളുടെ തത്സമയ പ്രകടനങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. പഴയ കൊച്ചിക്കും തിരുവനന്തപുരത്തിനും ഇടയിലുള്ള അതിർത്തി അടയാളപ്പെടുത്തുന്ന ഒരു കല്ലാണ് ഇവിടത്തെ മറ്റൊരു ആകർഷണം. ആമ്പല്ലൂരിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഇത്തരത്തിലുള്ള ഒരേ ഒരു കല്ലാണിത്. ഇതൊരു ചരിത്രത്തെ സൂചിപ്പിക്കുന്നതാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗരുഡൻ തൂക്കം നടക്കുന്നത് ഇവിടെയാണ്. ഉപജീവനത്തിനായി വട്ടിയും കുട്ടയും നെയ്യുന്നവരെയും ഇവിടെ കാണാം. ഇവിടത്തെ തറികൾക്കുമുണ്ട് ചില കഥകൾ പറയാൻ. കാലഘട്ടത്തിന്റെ മാറ്റത്തിനെ പോലും അതിജീവിച്ച കൈത്തറികൾ. അങ്ങനെ പഴമയെ തൊട്ടുണർത്തുന്ന കേരള സംസ്കാരത്തെ സംരക്ഷിക്കുന്ന ആമ്പല്ലൂർ ഗ്രാമം നമുക്കൊന്ന് കണ്ടാലോ? ആമ്പല്ലൂർ വരെ വന്നതല്ലേ, നമുക്ക് കുമ്പളങ്ങി കൂടി ഒന്ന് കണ്ടിട്ട് പോകാം. എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങി ഒരു ചെറിയ ദ്വീപാണ്. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിലൂടെ നിങ്ങൾ കുമ്പളങ്ങിയുടെ വേറിട്ട കാഴ്ചകൾ കണ്ടു കാണും. ആ കാഴ്ചകൾ നേരിട്ട് കാണണമെങ്കിൽ ഇങ്ങോട്ട് പോരെ. ഒരു മാതൃക മത്സ്യബന്ധന ഗ്രാമമായും അതുവഴി ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമായും കുമ്പളങ്ങി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം ഗ്രാമമായ കുമ്പളങ്ങി കായലുകളാൽ ചുറ്റപ്പെട്ടതും കൊച്ചി നഗരത്തിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയുമാണ് സ്ഥിതി ചെയ്യുന്നത്. വിനോദസഞ്ചാരത്തിനും ആവാസ വ്യവസ്ഥയ്ക്കുമിടയിൽ സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതിനായി പ്രകൃതിയെ അതിൻ്റെ സത്തയിൽ കാണാൻ കഴിയുന്ന വിധത്തിലാണ് ഗ്രാമം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രദേശത്ത് പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നു. വലിയ റിസോർട്ടുകൾ ഒന്നും ഇവിടെ കാണാൻ കഴിയില്ല. 1,00,000-ലധികം ജനസംഖ്യയുള്ള കുമ്പളങ്ങിയിൽ കർഷകർ, തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, കയർ നോക്കുന്നവർ, കള്ളുചെത്തുകാർ എന്നിവരുടെ വാസസ്ഥലമാണ്. ഗ്രാമവാസികളുടെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനമാണ്. ഗ്രാമത്തിന് അഭിമുഖമായി കായലിൽ 100-ലധികം ചൈനീസ് മത്സ്യബന്ധന വലകളുമുണ്ട്. വെള്ളവും കരയും വേർതിരിക്കുന്ന കണ്ടൽക്കാടുകളുടെ ഒരു നിര, ചെമ്മീൻ, ഞണ്ട്, മുത്തുച്ചിപ്പി, ചെറുമത്സ്യങ്ങൾ എന്നിവയ്ക്ക് നല്ല പ്രജനന കേന്ദ്രമാണ്. കണ്ടൽക്കാടുകൾക്ക് സമീപമുള്ള ചൂണ്ട മത്സ്യബന്ധനം വിനോദസഞ്ചാരികൾക്കിടയിൽ ജനപ്രിയമാണ്. വേലിയേറ്റ സമയത്ത് ഒരു കൂട്ടം മത്സ്യങ്ങളുടെ ചലനം, അതായത് പൂമീൻ ചട്ടം, നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ദൃശ്യ ഭംഗിയാണ്. മാങ്ങ, ചക്ക തുടങ്ങിയ വലിയ മരങ്ങളും കുറ്റിച്ചെടികളും പുല്ലും അടങ്ങുന്ന വിശാലമായ പച്ചപ്പ് നിറഞ്ഞ സസ്യജാലങ്ങളാൽ സമ്പന്നമാണ് ഈ ഗ്രാമം. കുമ്പളങ്ങിയിലെ കായലുകളിലെ ഒരു സവിശേഷ ആകർഷണമാണ് കവര് എന്നറിയപ്പെടുന്ന കടൽ തിളക്കം അല്ലെങ്കിൽ ബയോലൂമിനസൻസ്. കടലിൽ നോക്റ്റിലൂക്ക സിൻറ്റിലാൻസ് എന്ന മൈക്രോ പ്ലാങ്ക്ടണിന്റെ ഉയർന്ന സാന്ദ്രത മൂലമാണ് മാന്ത്രിക തിളക്കം ഉണ്ടാകുന്നത്. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ മഴയ്ക്ക് ശേഷമുള്ള കാലയളവിൽ കടൽ തിളക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കലാഗ്രാമം കരകൗശല വസ്തുക്കളും മത്സ്യബന്ധന ഉപകരണങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നതാണ് പ്രദേശത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന്. ഗ്രാമത്തിലെ പല വീടുകളും ഹോം സ്റ്റേകളാണ്. വിനോദസഞ്ചാരികൾക്ക് താമസക്കാരോടൊപ്പം താമസിക്കാനും ഗ്രാമീണ ജീവിതം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അനുഭവിക്കാനും കഴിയും.
ക്ഷീണിച്ചില്ലേ നിങ്ങൾ? കുറച്ച് വിശ്രമിക്കാം. ഇന്നത്തെ വിനോദ കേരളം സഞ്ചാര കേരളം എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു എപ്പിസോഡിലൂടെ നമുക്ക് നമ്മുടെ യാത്ര തുടരാം. നന്ദി, നമസ്കാരം.